വിജയിക്കാൻ വേണ്ടി നോക്കിയിട്ട് തീർത്തും പരാജയപ്പെട്ട ഒരാൾ. ഹലോ, വെൽക്കം ബാക്ക്. ഒരു രാജാവിൻ്റെ അടുത്ത് ആ നാട്ടിലെ 2 അനുചരന്മാർ വന്നു. ഒരാൾ ഭയങ്കര സ്ട്രോങ് ആണ് ആൻഡ് ഭയങ്കര ഹെൽത്തിയാണ്, ആൻഡ് മറ്റേ ആൾ മെലിഞ്ഞ് തീരെ ഭക്ഷണമൊന്നും കിട്ടാതെ അത്രത്തോളം മെലിഞ്ഞ് ദാരിദ്ര്യത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയും കൂടെയാണ്. രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങയുടെ അനുചരന്മാരാവണം, അല്ലെങ്കിൽ അങ്ങയെ സേവിക്കുന്ന ആളുകളാവണം എന്ന് പറഞ്ഞു. രാജാവ് ഒരുപാട് നേരം ആലോചിച്ചു. ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം രാജാവ് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് എൻ്റെ അനുചരന്മാരാവണമെങ്കിൽ നിങ്ങൾ ചെറിയൊരു ടെസ്റ്റ് പാസ്സാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അവരെയും കൂട്ടി കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത ഒരു ഗ്രൗണ്ടിൽ ഒരു വലിയ കല്ല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പണി. ആ കല്ല് നിങ്ങൾ ഉന്തിക്കൊണ്ടിരിക്കുക, അതായത് കല്ലിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ശക്തനാണല്ലോ ഒരാൾ. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ, അതിനെന്താ, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റേ ആളും പറഞ്ഞു, ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരുടെ വർക്ക് എന്താണ്? ഈ ഒരു കല്ലിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവർ ഡെയിലി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കാണുന്നില്ല. കാരണം ആ ഒരു കല്ല് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ ഭയങ്കര ശക്തനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കിനി ഇത് വേണ്ട, ഞാനിത് നിർത്തുകയാണെന്ന് പറഞ്ഞു. പക്ഷേ മറ്റേ ആൾക്ക് നല്ല ആഗ്രഹമുണ്ട് രാജാവിൻ്റെ അനുചരനാവണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഭയങ്കര നിരാശപ്പെട്ടിട്ട് ഒരു ദിവസം രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും ഈ കല്ലിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ആ കല്ല് ഒരിത്തിരി പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം രാജാവ് തിരിച്ചു പറഞ്ഞു, ശരിയാണ്, ആ കല്ല് ഒരല്പം പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല, പക്ഷേ നിങ്ങളെ ബോഡി ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടത്. കാരണം മെലിഞ്ഞ് ശരീരം ഒട്ടി എല്ലുകൾ കാണെ വന്നിരുന്ന ആ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ആ ഒരു റിഫ്ലക്ഷൻ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ കല്ല് ഉന്തി അപ്പുറത്തെത്തിക്കൂ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ കല്ലിനെ പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ കഥയിലൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ജീവിതത്തിലും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ്, ഇത് നമ്മൾ കാണാറില്ല. നമ്മൾ മുന്നോട്ട് നോക്കുന്ന ആ ഒരു ബിഗ് റിസൾട്ടിനെ കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടില്ല, ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതല്ല നടക്കുന്നതെന്നുള്ളത്. രാജാവ് പറഞ്ഞത് അത് പുഷ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ആ ഒരു പുഷിങ്ങിലൂടെ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന മാറ്റം വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഇതേപോലെ നിങ്ങളെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഒരു 3 മാറ്റങ്ങളെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ കാണാൻ പറ്റിയാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഡബിൾ വർക്ക് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള 3 ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടുള്ളതിൽ നിന്നും ഒരു 5 ഇയർ ബാക്കിൽ നിന്നും ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം.